നമസ്കാരം. അഴിമതിക്കാർക്ക് ആദരം കിട്ടുന്ന കാലമാണിതെന്ന് ജി സുധാകരൻ. പാർട്ടിക്ക് നല്ല അനാരോഗ്യമുണ്ടെന്ന് തോമസ് ഐസക്. രണ്ടുപേരും പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു. കൈപ്പുണ്ണിന് കണ്ണാടി വേണ്ടെന്ന് പറയും പോലെയാണ് രണ്ടുപേരുടെയും വിലയിരുത്തൽ. കോഴിക്കോട് PSC കോഴക്കേസ് കൂടി ഏറ്റവും ഒടുവിൽ ഉദാഹരണമായി നിൽക്കുമ്പോൾ എല്ലാം ഭംഗിയായി. അനാരോഗ്യം മാറ്റാൻ നല്ല ചികിത്സ ഉണ്ടാകുമെന്നാണ് തോമസ് ഐസക് പറയുന്നത്. 60 വർഷങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ ഏറ്റവും ശോഷിച്ച പിന്തുണയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതത്രേ. ഏറ്റവും താഴ്ന്ന വോട്ടിംഗ് ശതമാനമാണ് ഇപ്പോൾ കിട്ടിയത്. എന്നുവെച്ചെല്ലാം തകർന്നു എന്ന് പറയാൻ വരട്ടെ എന്നാണ് ഐസക്കിൻ്റെ പക്ഷം. ശക്തമായ തിരുത്തൽ നടത്തി പാർട്ടി തിരിച്ചു വരും. പ്ലോട്ടിംഗ് വോട്ടിന് പുറമെ പാർട്ടിയുടെ അടിത്തറയും തകർന്നിട്ടുണ്ട്. അത് മാറ്റാനുള്ള ചികിത്സയ്ക്ക് ശേഷി പാർട്ടിക്കില്ലെന്ന് വേണം കരുതാൻ. പാർട്ടി പറ്റിച്ചു എന്ന ബോധം വളർന്നു. തുടർന്ന് പാർട്ടിയെ പാഠം പഠിപ്പിച്ചു. ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ പ്രസക്തി അശേഷമില്ലാതായി എന്ന സത്യം ജനം നന്നായി തിരിച്ചറിഞ്ഞു. മതേതരത്വം സംരക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിനും വയ്യാതായി. വർഗീയതയുടെ തടവറയിൽ കഴിയുന്ന പാർട്ടി എങ്ങനെ മതേതരത്വം കാക്കുമെന്ന ചിന്തയാണ് അണികളിൽ ശക്തമായിട്ടുള്ളത്. പാലസ്തീന് സിന്ദാബാദ് വിളിക്കുന്ന പാർട്ടിക്ക് എങ്ങനെ ദേശീയ പാർട്ടിയാണെന്ന് പറയാൻ കഴിയുമെന്ന ചോദ്യമാണ് പരക്കെ മുസ്ലിം ലീഗ് എങ്ങനെ ചിന്തിക്കണം, പെരുമാറണമെന്ന് പഠിപ്പിക്കാൻ വ്യാകരണം നിരത്തുന്ന കക്ഷിയായി CPM മാറിയിരിക്കുന്നു. പണ്ട് EMS മുസ്ലിം ലീഗിനെ വിളിച്ചത് വർഗീയ പാർട്ടി എന്നാണ്. എന്നാൽ അതേ EMS തന്നെ മുസ്ലിം ലീഗുമായി മുന്നണി ഉണ്ടാക്കിയില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അന്നത്തെ ലീഗും ഇന്നത്തെ ലീഗും തമ്മിൽ എന്താണ് മാറ്റമെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഒന്നുമില്ല എന്ന് തന്നെ. അങ്ങനെയുള്ളവരും അതിനേക്കാൾ തീവ്രതയുള്ളവരുമായി കെട്ടിപ്പിടിക്കുന്ന പാർട്ടിക്ക് വർഗീയത എന്ന് ആക്ഷേപിക്കുന്നത് ഹിന്ദുക്കളെ മാത്രമാണെന്ന് തിരിച്ചറിയാൻ എന്താണ് പ്രയാസം? ഐസക് പറയുന്ന ചികിത്സ എന്താകും? തിരുത്തലുകളാണോ? ആർക്കാണ് തിരുത്തൽ നടത്താൻ കഴിയുക? പിണറായിക്കോ? തിരുത്തണമെന്ന് പറയാൻ ആർക്കാണ് നാവ് പൊങ്ങുക? എല്ലാം കണ്ടും കേട്ടും സഹിച്ചും കഴിഞ്ഞുകൂടുക, അതല്ലേ നടക്കൂ? മുഖ്യമന്ത്രിയുടെ ഓമനയായി ഇപ്പോൾ കഴിയുന്നത് മരുമകൻ മന്ത്രിയാണ്. മകൾ കഴിഞ്ഞിട്ടല്ലേ മരുമകൻ? മകളുടെ അഴിമതിക്കഥ നാട്ടിൽ പാട്ടാണല്ലോ. അതിനെക്കുറിച്ചൊരക്ഷരം അനുകൂലമായോ പ്രതികൂലമായോ പറയാൻ മാസങ്ങൾ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി തയ്യാറായോ? ഇപ്പോഴിതാ മരുമകൻ്റെ പേരിലും കോഴ വിവാദം വന്നിരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമെന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. മരുമകൻ്റെ പേരിലെ കോഴക്കേസ് ഇതാ പുതിയ രൂപത്തിലെത്തിയിരിക്കുന്നതുമാണ്. കോഴ വാങ്ങിയെന്ന പരാതി പേറുന്ന കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും CI2 നേതൃത്വവുമായി നല്ല ബന്ധത്തിലാണ്. അയാളെ ഇപ്പോൾ CPM പുറത്താക്കിയിരിക്കുകയാണ്. പുറത്താക്കിയതിന് കാരണം തേടിയാണ് പ്രമോദ് കോട്ടുള്ളി സത്യാഗ്രഹത്തിന് തീരുമാനിച്ചത്. ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ കൈക്കൂലി കേസിലാണ് പുറത്താക്കിയതെന്ന് പറഞ്ഞിട്ടുമില്ല. എല്ലാം ഒത്തുകളി. ഇവിടെയാണ് ജി സുധാകരൻ പറഞ്ഞ കോഴക്കേസിൻ്റെ പ്രസക്തി. അഴിമതിക്കാർക്ക് ആദരം കിട്ടുന്ന കാലമാണിതെന്ന അറിയാത്തയാളല്ല മുൻമന്ത്രി ജി സുധാകരൻ. കൈക്കൂലി വാരിക്കൂട്ടാൻ നല്ല കോപ്പുള്ള വകുപ്പായിരുന്നല്ലോ ഭരിച്ചത്. പൊതുമരാമത്ത് വകുപ്പോളം കൈക്കൂലി കിട്ടുന്ന വകുപ്പ് ഏതാണുള്ളത്? എന്നിട്ടും കാശു വാങ്ങാതെ ഭരണം നടത്തണമെങ്കിൽ ചില്ലറ ധൈര്യം മതിയോ? പക്ഷേ ധൈര്യമേ ഉണ്ടാവുകയുള്ളൂ. വകുപ്പിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. മരുമകനാണ് നല്ലതെന്ന് പിണറായിക്ക് തോന്നിയാൽ എന്തു ചെയ്യും? പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കുന്ന പണത്തിൻ്റെ സിംഹഭാഗവും അഴിമതിക്കാരുടെ കൈകളിൽ എത്തുന്നു. അഴിമതിക്കാർക്ക് പ്രോത്സാഹനവും പിന്തുണയും ലഭിക്കുമ്പോൾ അഴിമതിക്കെതിരെ ശക്തമായി പെരുമാറുന്നവർക്ക് രക്ഷ കിട്ടുമോ?